ഹലോ ചങ്ങായിമാരെ, ഞാൻ ചങ്ങായിമാരെ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത കുറെ പിള്ളേര് വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എങ്ങനെ ഊബറിൽ കയറി പറ്റാം എന്നുള്ളതാണ്. ചങ്ങായിമാരെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറുക, എന്നിട്ട് നമ്മൾ ഊബർ ഡ്രൈവർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ വരും, ഊബർ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വരും. അപ്പൊ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനിൽ നമ്മളൊരു അക്കൗണ്ട് എടുക്കേണ്ടതുണ്ട്. അക്കൗണ്ട് എടുത്താൽ മാത്രമാണ് നമുക്ക് ഊബറിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ചെന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ലൈസൻസിന്റെ നമ്പർ, ഇതിന്റെയൊക്കെ പിക്ചറുകൾ, അതായത് ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു 24 hours വെയിറ്റ് ചെയ്യാൻ അതിനകത്ത് കാണിക്കും. കാരണം അത്ര നേരം അതിനൊരു വെരിഫൈ, നമ്മുടെ ഐഡിയ എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര സമയമെങ്കിലും മിനിമം എടുക്കും. അപ്പൊ ആഫ്റ്റർ ദ 24 hours എന്ന് പറയുന്നത് ഒരു മിനിമം ആണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ചിലരുടെയൊക്കെ 48 hours ആവാം, ചിലപ്പോൾ 3 ദിവസം വരെയൊക്കെ പോവാം. അപ്പോൾ ഒരാഴ്ചക്കായിട്ട് ആവാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഓഫീസിൽ പോകും. ഇപ്പൊ അങ്ങനെ വെരിഫൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചോദിക്കുന്നത് വണ്ടിയുടെ കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഊബറിൽ ഓടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ വണ്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ചങ്ങായിമാരെ, ഇപ്പൊ സ്വന്തമായിട്ടുള്ള വണ്ടിയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നേരെ കൊണ്ടുപോയിട്ട് ടാക്സി ആക്കാം. അതിനുശേഷം ആ ടാക്സി എടുത്തിട്ട് ഊബറിൽ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വണ്ടിയുടെ ആർസിയും കൊണ്ട് നിങ്ങൾ ഊബറിന്റെ ഓഫീസിൽ ഡയറക്റ്റ് ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവരത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. അതിനുശേഷം അത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കോൾ വരും, അപ്പോൾ വണ്ടി അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് എന്ന് പറയും. വണ്ടി അങ്ങനെ അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആർസി ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ ആപ്ലിക്കേഷനിൽ ആഡ് ആയിട്ടുണ്ടെങ്കിൽ വണ്ടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓൾറെഡി ആഡ് ആയി എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്ത ആളുകളാണ്. അവര് എങ്ങനെ ഓടിക്കുക എന്നുള്ളതായിരിക്കും പലർക്കും ഡൗട്ട്. ചങ്ങായിമാരെ, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകളും സിറ്റിയിൽ ഓടുമ്പോൾ റെന്റ് എടുത്ത് തന്നെയാണ് ഓടുന്നത്. കാരണം സ്വന്തമായിട്ട് ഒരുപാട് എല്ലാ പിള്ളേർക്കൊന്നും വണ്ടിയൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ റെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നേരെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഊബർ റെന്റ് നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് റെന്റ് പോകാൻ റെഡി ആയിട്ട് നിൽക്കണ ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട വണ്ടി സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്വാൻസ്, അതുപോലെ തന്നെ റെന്റ്, ഇതുപോലുള്ള റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ സമയവും കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി കണ്ടതിന് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ റെന്റ് ആയിട്ട് വരുന്ന വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഊബറിൽ അറ്റാച്ച് ചെയ്ത വണ്ടികളായിരിക്കും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന വണ്ടികൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ ആർസി ബുക്ക് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആഡ് ആവും. ചില വണ്ടികൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവർ പറയും ഇത് ഫ്ലീറ്റ് ആണ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഫ്ലീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികൾ ഒരാളുടെ കീഴിൽ കിടന്നിട്ടായിരിക്കും ഓടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഉടമസ്ഥന് ഒരുപാട് വണ്ടികൾ ഉണ്ടാവും, അതെല്ലാം ഊബറിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ വണ്ടി എങ്ങനെ എത്ര രീതിയിൽ ഓട്ടോ എടുത്തു, ഏതൊക്കെ വഴിക്ക് പോകുന്നുണ്ട്, ഇതൊക്കെ ആ ഓണർക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലീറ്റ് ആയിട്ട് ഓടുമ്പോൾ മെയിനായിട്ട് ഒട്ടുമിക്ക ആളുകളും കമ്മീഷൻ ബേസിലായിരിക്കും ഓടുന്നത്. അതൊരു 50-50, അതുപോലെ തന്നെ ഒരു 30%, 40% ഇങ്ങനെയൊക്കെ പറഞ്ഞ കമ്മീഷൻ ബേസിലായിരിക്കും ഓടുന്നത്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഓടാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് സെലക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ റെന്റായിട്ട് ഓടാൻ, ഇപ്പൊ ഡെയിലി റെന്റായിട്ട് ഒരു ഡെയിലി ഇത്ര രൂപ വാടക എന്ന രീതിയിൽ ഓടാൻ താല്പര്യമുള്ളവർ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓടുക. അപ്പൊ ഫ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓണറുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഫ്ലീറ്റിലേക്ക് ആഡ് ചെയ്തോളും. നമ്മൾ ഇനി ആഡ് ആക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിലോട്ട് ഒന്നല്ലെങ്കിൽ വിളിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെല്ലുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ആഡ് ചെയ്ത് തരുന്നതാണ്.